السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സീറത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലേക്കുള്ള പഠന പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട്, അവിടുത്തോട് മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുപ്രസിദ്ധമായ ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുത യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊന്നും വെറുതെ ഇരുന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ എല്ലാ കബീലകളിലും ഗോത്രങ്ങളിലും കുടുംബങ്ങളിലും എത്തിക്കുവാനുള്ള വളരെയേറെ അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലുമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദിവസങ്ങൾ ഓരോന്നും കഴിച്ചുകൂട്ടിയത്. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ലഭിക്കുന്ന ഒരവസരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഴാക്കിയിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സന്ദർഭം ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ സന്ദർഭങ്ങളായിരുന്നു. ഹജ്ജ് വേളകളിൽ ധാരാളക്കണക്കിന് വിദേശികൾ മക്കയിലെത്തുന്ന അവസരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം മുതലെടുത്തിരുന്നു, ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഉഖാദിലും അതുപോലെ തന്നെ ദുൽമിജന്ന എന്ന പേരിലുള്ള ചന്തകളിലും മാർക്കറ്റുകളിലും ആളുകൾ കൂടുന്നിടങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആളുകൾ കൂടുന്ന ദിൽ മജാസ് എന്ന പേരുള്ള പ്രത്യേകമായ സ്ഥലം, അതുപോലെ തന്നെ ഉഖാദ്, മിജന്ന പോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലം, അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ കൂടിക്കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെല്ലും. ഒരിക്കൽ ഒരു രംഗത്തിന് സാക്ഷിയായ റബീഅത്ത് ബിൻ ഉബാദ് ദുഅലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദിൽ മജാസ്. ആളുകൾ കൂടുന്ന ദിൽ മജാസ് എന്ന് പറയുന്ന ആ പ്രത്യേകമായ സിറ്റിയിൽ, ടൗണിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുകയുണ്ടായി. അവിടുന്ന് ജനങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നുണ്ട്,
യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. തുഫ്ലിഹൂ, എങ്കിൽ നിങ്ങൾ വിജയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാള് കൂടുന്നിടത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ അവിടുത്തെ പ്രബോധനത്തിന്റെ രീതിയാണത്. ആ നിലക്കാളുകൾ കൂടുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ വകാന അന്നാസു യസ്ദഹിമൂന അലൈഹി ഗൈറ അന്നഹും ലാ യഖൂലൂന ശൈആ, ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും തടിച്ചുകൂടും, അവരാരും ഒന്നും പ്രതികരിക്കുന്നില്ല കാര്യമായി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കുകയില്ല. ബൽ യുകർരിറു ദഅവതഹും, പിന്നെയും പറയും. ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഈ സമയത്തൊക്കെ വവറാഹു റജുലുൻ, ഇത് കണ്ട് മുഹമ്മദ് ഇങ്ങനെ ആളുകളുടെ അടുക്കൽ പോയി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മാർക്കറ്റുകളിലും ടൗണുകളിലും ആള് കൂടുന്നിടത്തൊക്കെ മുഹമ്മദ് തൗഹീദ് പറയുന്നുണ്ട് എന്ന് അബൂലഹബ് മനസ്സിലാക്കി. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടുന്നുണ്ട്, അത് ശ്രവിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ആ ആശയങ്ങളിലേക്ക് അവരുടെ മനസ്സുകൾ ചായുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എവിടെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുവോ അവിടെയൊക്കെ വവറാഅഹു റജുലുൻ നഹ്വൽ തഖിദു വജനതാഹ്, ദേഷ്യം കൊണ്ട് കവിളുകൾ ചുവന്ന് തുടുത്ത് കത്തിത്തിളങ്ങുന്ന രോഷത്തിന്റെ മുഖവുമായി കൊണ്ട് ഒരാളെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ് പറയുന്നിടത്തൊക്കെ ജനങ്ങളത് ആകർഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഞങ്ങൾ ഒരാളെ നിത്യം കാണാൻ തുടങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് കത്തിച്ചൊലിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞിങ്ങോട്ട് മാറുമ്പോഴേക്ക് ഈ മനുഷ്യൻ പിന്നാലെ ചെന്നിട്ട് ഉടനെ പറയും, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലാ യഗുറന്നകും ഹാദാ, ഈ മനുഷ്യൻ നിങ്ങളെ വഞ്ചിക്കരുത്, ഈ മനുഷ്യൻ നിങ്ങളെ ചതിയിലകപ്പെടുത്തരുത്. മിൻ ദീനിക്കും വദീനി ആബായിക്കും, നിങ്ങളുടെയും നിങ്ങളുടെ വാപ്പപ്പാപ്പമാരുടെയും ദീനിൽ നിന്ന് നിങ്ങളെ ഈ മനുഷ്യൻ ചതിച്ചു വഞ്ചിച്ചു കൊണ്ടുപോകരുത് എന്നിങ്ങനെ പിന്നാലെ നടന്ന് ഖണ്ഡനം നടത്തുന്ന ഒരാളെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി തൗഹീദ് പറഞ്ഞോ അവിടെയൊക്കെ പോയി മറുപടി പ്രസംഗം നടത്തുന്ന ഒരാള്, അയാളെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അയാൾ എപ്പോഴും അള്ളാന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം പറഞ്ഞ് പിരിയുമ്പോഴേക്ക് ആളുകൾ അതിൽ ആകർഷിക്കുന്നു എന്ന് കണ്ടാൽ ഇയാൾ എന്നിട്ട് പറയും, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ പിതാക്കളുടെയും മതത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ഈ വാചാലത കൊണ്ട് നിങ്ങളെ മയക്കാൻ നോക്കുന്ന ഈ മനുഷ്യന്റെ ശർറിൽ നിങ്ങൾ കുടുങ്ങല്ല, ഇയാൾ നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ എന്നിങ്ങനെ ഇയാൾ അട്ടഹസിച്ചുകൊണ്ട് പറയും. മാത്രല്ല അയാൾ പറയും, ഇന്നഹു സാബിഉൻ കാദിബുൻ, ഇയാൾ പുത്തൻവാദിയാണ്, ഇയാൾ കളവ് പറയുന്നയാളാണ്. യുരീദു, അയാൾ ഉദ്ദേശിക്കുന്നത് ലിതതുറുകു ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യരെയൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ്. ലാത്ത ഉസ്സ പോലെയുള്ള നമ്മുടെ കാക്കകാരണവന്മാര് ബഹുമാനിച്ചാദരിച്ച് ആരാധിക്കുന്ന നമ്മുടെ ദേവന്മാരെയൊക്കെ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം എന്നതാണ് അവന്റെ മനസ്സിരിപ്പ്. അതിനാണ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് കുടുങ്ങിപ്പോകല്ല, അവൻ പുത്തൻവാദിയാണ്, കളവ് പറയുന്നവനാണ് എന്നിങ്ങനെ പിന്നാലെ നടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തൊക്കെ ഇവൻ പോയിട്ട് ഇതിങ്ങനെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ രംഗം കണ്ട് സാക്ഷിയായി നിൽക്കുന്ന റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, മൻ ഹുവ, ആരാ ഇയാള്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറയുന്നിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ മനുഷ്യൻ ആരാ? എനിക്ക് അയാളെ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ കൂടിയ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, ഹാദാ അബൂലഹബ്, ഇതാണ് അബൂലഹബ് എന്ന് പറയുന്ന സാധനം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും ശാരീരികമായും മാനസികമായും പീഡനം സഹിക്കാൻ കുടുംബസമേതം ഇറങ്ങി പുറപ്പെട്ട, പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകമായ ശകാരത്തിന് വിധേയമായ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവനും അവന്റെ പെണ്ണും.
കുടുംബസമേതം ഇസ്ലാമിക ദഅവത്ത് മുടക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറയുന്നിടത്ത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കാനും പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ട കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്ത ഏറ്റവും വലിയ കുതന്ത്രക്കാരനായ അബൂലഹബാണ് അത് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് എന്ന് റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു ആ രംഗം കണ്ടുനിന്ന മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻവാങ്ങിയിട്ടില്ല. അവൻ പറയുന്ന അങ്ങനെ പറഞ്ഞോട്ടെ, അയാൾ പറയണത് അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ തന്റെ ദൗത്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങി. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഹൽ മിൻ റജുലിൻ യഹ്മിലുനി ഇലാ ഖൗമിഹി, തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളിൽ ആര് തയ്യാറുണ്ട്? ഞാൻ നിങ്ങൾക്ക് ദീന് പറഞ്ഞു തരാം. കാരണം ഫൈന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി അസ്സ വജല്ല, എന്റെ റബ്ബനോട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറഞ്ഞ സത്യത്തിന്റെ സന്ദേശത്തെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് എന്നെ ഖുറൈശി മുശ്രിക്കുകൾ തടയുന്നു. അതുകൊണ്ട് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചുകൊണ്ട് ജനങ്ങളോട് ഈ ദീൻ പറയാൻ വേണ്ട സൗകര്യം എനിക്ക് ഏർപ്പെടുത്തി തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു. അപ്പോ ഫഅതാഹു റജുലുൻ മിൻ ഹമദാൻ, ഹമദാൻ ഗോത്രത്തിൽപ്പെട്ട ഒരാള് മുന്നോട്ട് വന്നു നബി തങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മന്നന്ത, ആരാ നിങ്ങള്? അദ്ദേഹം പറഞ്ഞു, മിൻ ഹമദാൻ, ഞാൻ ഹമദാൻ ഗോത്രക്കാരനായ ഒരാളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ സമൂഹത്തിന്റെ അരികിലേക്ക് പോയാൽ സംരക്ഷണം കിട്ടുമോ? ഈ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ പറഞ്ഞോളാം. പക്ഷേ പിന്നീട് ആ സഹോദരൻ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അക്രമത്തെ അദ്ദേഹം ഭയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആതീഹിം, ഞാൻ പോയിക്കോളാം, ഫൗഖ്ബിറുഹും, എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം, തങ്ങൾ ഇപ്പം അങ്ങോട്ട് വരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇപ്പൊ കൂട്ടിക്കൊണ്ടാൻ പറ്റുന്ന അന്തരീക്ഷമല്ല, ഞാൻ അവരോട് പോയി പറയട്ടെ, താങ്കൾ എനിക്ക് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് വരും കൊല്ലം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിവരവുമായിട്ട് വരാം. അങ്ങനെ അദ്ദേഹം പോയിട്ട് അദ്ദേഹം ദഅവത്ത് നടത്തി. പിന്നീട് റജബ് മാസത്തിൽ ഒരു സംഘം ആളുകളെയും കൊണ്ടാണ് മഹാനായ ആ മനുഷ്യൻ കടന്നു വന്നത്. കുറെ ആളുകൾ അപ്പൊ മുസ്ലിമായി. അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ച് ഹമദാൻ ഗോത്രക്കാരായ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഖാദിലും മിജന്നയിലും ഒക്കെ അവിടെ പേരുകേട്ട മാർക്കറ്റുകളായിരുന്നു. അത് മക്കയിലെ പേരുകേട്ട മാർക്കറ്റുകളായിരുന്നു. ഉഖാദ്, മിജന്ന, ദിൽ മിജാസ് എന്നൊക്കെ പേരുള്ള മാർക്കറ്റുകൾ. ഇവിടെയൊക്കെ ആളുകൾ കൂടുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വല്ലാത്ത ശബ്ദം, പടച്ച റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹം, ആ നല്ല ആരുടെയും കാതുകളെ പിടിച്ചു കുലുക്കുന്ന, മനുഷ്യന്റെ ശ്രദ്ധയാകർഷിക്കുന്ന അപാരമായ നല്ല ഉത്തമമായ ഒരു ശബ്ദം. അന്ന് മൈക്കില്ല, സംവിധാനങ്ങളില്ല, ആളുകൾ കൂടുന്നിടത്തൊക്കെ അവിടുത്തെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ നിലക്കൊക്കെ ഉപയോഗപ്പെടുത്തി പലപ്പോഴും ചോദിക്കും, മഞ്ഞുവീനി, ആരുണ്ട് എനിക്ക് അഭയം നൽകാൻ? ഈ ദഅവത്തിന്റെ കാര്യത്തിൽ എനിക്ക് അഭയം നൽകാൻ ആരുണ്ട്? മൻ യൻസുറുനി ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി, എന്റെ റബ്ബനോട് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറഞ്ഞിട്ടുള്ള സത്യത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായിയാകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ് നബി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പല ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ ഒറ്റയായും തെറ്റയായും അഥവാ വ്യക്തിപരമായും കൂട്ടമായും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ജനതയെ സമീപിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ സമീപിക്കുമ്പോൾ അപ്പോഴും ശത്രുക്കൾ പറയും എന്ത്? റസൂലുള്ളാഹിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും, ഈ ചെറുക്കനെ സൂക്ഷിച്ചോളണം, അയാൾ നിങ്ങളെ ഫിത്നയിലാകാതിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശത്രുക്കളും അബൂലഹബും മറ്റുള്ളവരൊക്കെ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഇന്ന് മദീന എന്നറിയപ്പെടുന്ന, അന്ന് യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്ത് നിന്ന് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകനെ സമീപിക്കുകയാണ്. അതാണ് ഹിജ്റക്കുള്ള വഴി തെളിയിച്ച ചർച്ചകളും അതുപോലെ തന്നെ പ്രതിജ്ഞകളും ബൈഅത്തുകളുമായി ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടത്. കുറെ ആളുകൾ യസ്രിബിൽ നിന്ന് ഹജ്ജിന് വന്നു.
ആ രംഗം യസ്രിബിൽ നിന്ന് വന്ന ആളുകൾ തന്നെ പറയുന്നു, ഞങ്ങൾ യസ്രിബിൽ നിന്ന് മക്കയിലെത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി കണ്ടു, അവിടുന്ന് ഞങ്ങൾക്ക് ഖുർആൻ ഓതി തന്നു, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഹത്താ ലം യബ്ഖ ദാറും മിൻ ദുവരിൽ അൻസാരി ഇല്ലാ വഫീഹാ റഹ്തും മിനൽ മുസ്ലിമീന യുൽഹിറൂനൽ ഇസ്ലാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയതാണിതും. ഞങ്ങൾ പ്രവാചകനിൽ നിന്ന് ഖുർആൻ കേട്ടു, ഞങ്ങൾ മുസ്ലിമീങ്ങളായി, ഞങ്ങൾ വീണ്ടും യസ്രിബിലേക്ക് മടങ്ങിപ്പോയി, ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തി. അങ്ങനെ എത്രത്തോളം മദീനയിലുള്ള യസ്രിബിലുള്ള വീടുകളിൽപ്പെട്ട ഒരു വീടും ബാക്കിയായില്ല. ഇല്ലാ വഫീഹാ റഹ്തും മിനൽ മുസ്ലിമീന യുൽഹിറൂനൽ ഇസ്ലാം. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ട് എന്ന അവസ്ഥയോളം എത്തി. ഒക്കെ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾ റസൂലുള്ളാഹി പിടിക്കണതാ. അവർക്ക് ദഅവത്ത് കൊടുക്കും, ആളെ കിട്ടുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കും, കിട്ടുന്ന ചാൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തും, മാർക്കറ്റിൽ ഇറങ്ങും, ചന്തയിലിറങ്ങും, നാലാൾ കൂടുന്നിടത്ത് വെച്ച് സംസാരിക്കും, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ആരുണ്ടെന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ സ്വർഗം ഉണ്ടാവും എന്ന് പറയും. പ്രോത്സാഹനം കേട്ട് ജനങ്ങൾ മുന്നോട്ട് വരും, അവരവരുടെ ഗോത്രത്തിലേക്ക് എത്തിക്കും, ഗോത്രത്തിൽ ഇസ്ലാമിക പ്രചാരമുണ്ടാകും. ഇങ്ങനെ 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 യസ്രിബിൽ ഇസ്ലാമിന്റെ സന്ദേശം കുറച്ച് കൂടുതൽ വ്യാപിച്ചു. അങ്ങനെ യസ്രിബിൽ നിന്ന് ആദ്യം ഒരു ടീം വരെയാണ് മക്കയിലേക്ക്. അതാണ് ഒന്നാമത്തെ അഖബ ഉടമ്പടി എന്ന പേരിൽ നടന്ന ചർച്ചയും ഉടമ്പടിയും അതുപോലെ തന്നെ പ്രതിജ്ഞയും. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒന്നാമത്തെ അഖബ ഉടമ്പടിയിൽ സാക്ഷിയായ ആളാണ് ഞാൻ. വകുന്ന 12 റജുലാ, ഞങ്ങൾ 12 ആളാണെന്ന് വന്നത്. 12 ആള് വന്നിട്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബൈഅത്ത് ചെയ്തു. എന്താ ബൈഅത്ത് ചെയ്തത്? അല്ലാ നുശ്രിക ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുന്നതല്ല. വലാ നസ്രിഖ, ഞങ്ങൾ മോഷണം നടത്തൂല. വലാ നസിനിയ, ഞങ്ങൾ വ്യഭിചരിക്കൂല. വലാ നഖ്തുല ഔലാദനാ, ഞങ്ങളുടെ സന്താനങ്ങളെ ദാരിദ്ര്യഭയം ഓർത്തുകൊണ്ട് ഞങ്ങൾ കൊല്ലുകയില്ല. വലാ നഅ്തിയ ബിബുഹ്താനിൻ നഫ്തരീഹി ബൈന അയ്ദീനാ വഅർജുലിനാ, ഞങ്ങൾ ആരുടെയും പേരിൽ വ്യഭിചാരം ആരോപിക്കുകയില്ല. വലാ നഅസിയഹു ഫീ മഅറൂഫ്, ഒരു നല്ല കാര്യത്തിലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുസരണക്കേട് കാണിക്കുന്നതല്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആ കരാർ സ്വീകരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ കരാറൊക്കെ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫൈൻ വഫൈതും ഫലകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. ഇതിൽ നിന്ന് വല്ലതും നിങ്ങൾ മൂടി വെച്ചാൽ ഫഅംറുക്കും ഇലല്ലാഹ്, നിങ്ങളുടെ കാര്യം അല്ലാഹുവാണ് തീരുമാനിക്കുക. ഇൻഷാ അഅദബകും, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പിടിച്ചു ശിക്ഷിക്കും. വ ഇൻഷാ അഗ്ഫറ ലക്കും, ഇനി അവൻ ഉദ്ദേശിച്ചാലോ നിങ്ങൾക്ക് അവൻ പുറത്തു തന്നേക്കും. ഇതൊരു കരാറാ. ഈ 12 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പാത്തും പതുങ്ങിയും സ്വകാര്യമായിട്ട് വന്ന് നബിയോടെടുത്ത കരാറാ. ഞങ്ങൾ നിങ്ങളെ സഹായിച്ചോളാ, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് രക്ഷക്ക്. ഈ 12 ആള് ഈ ഉടമ്പടിക്ക് ശേഷം മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അന്ന് യസ്രിബാണ്, യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവർ മടങ്ങിപ്പോയി. ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഈ ആളുകൾക്ക് ദീന് മദീനയിൽ കൂടുതൽ പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അന്ന് ഇറങ്ങിയ നിയമങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ മദീനയിൽ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവിടത്തേക്കുള്ള മുബല്ലിഗായി അയച്ചു കൊടുക്കുന്നു. ഈ ആൾക്കാരുടെ കൂടെ യസ്രിബിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മുബല്ലിഗായിട്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ദാഇയായിട്ട് മഹാനവറുകളെ പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ പോയി തന്റെ ദൗത്യം നന്നായി നിർവഹിച്ചു. ഇസ്ലാമിന് വമ്പിച്ച പ്രചാരമുണ്ടായി. ആ പ്രചാരമുണ്ടായപ്പോ അടുത്ത കൊല്ലം മക്കയിലേക്ക് ഹജ്ജിന് നല്ലൊരു സംഘം ആളുകൾ വരാൻ നിമിത്തമായി. അതാണ് രണ്ടാമത്തെ അഖബ ഉടമ്പടിക്ക് കാരണമായത്. രണ്ടാമത്തെ അഖബയിൽ ചേർന്ന രണ്ടാമത്തെ ബൈഅത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മക്കയിൽ മദീനയിൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന ഏറ്റവും പ്രസിദ്ധമായ ബൈഅത്ത് നടക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ആ അഖബ ഉടമ്പടിയിലേക്ക് മദീനയിൽ ഇസ്ലാമിന് വമ്പിച്ച പ്രചാരമായപ്പോ ഹജ്ജിന്റെ സീസണിൽ മദീനയിൽ നിന്ന് വീണ്ടും ഒരു സംഘം മക്കയിലെത്തി. അന്നവർ എത്ര ആളാന്നാ പറയുന്നത്? എത്ര ആളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി മഹാനവറുകൾ പറയാണ്,
ഞങ്ങളന്ന് 73 ആളുകളുണ്ട്. 2 പെണ്ണുങ്ങളുണ്ട്, 2 സ്ത്രീകളുണ്ട്, 73 ആളുകളുണ്ട് ഞങ്ങള് ഹജ്ജിന് വന്ന ആളുകൾ. അങ്ങനെ ഞങ്ങള് അവിടെ എത്തിയപ്പോ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി. ഹത്താ മതാ നത്റുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുത്റദു ഫീ ജിബാലി മക്ക വയുഖാഫു. എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ മക്ക പർവ്വത നിരകളിൽ ആളുകൾക്ക് തട്ടിക്കളിക്കാനും പേടിപ്പിക്കാനും ഒക്കെ നമ്മൾ ഇനി എന്തിനാ വിട്ടുകൊടുക്കുന്നത്? എന്തിനാ നമ്മുടെ നേതാവിനെ ഇനി നമ്മൾ ഈ മക്ക പർവ്വതങ്ങൾക്കിടയിൽ ഇവർക്ക് തട്ടിക്കളിക്കാനും പേടിപ്പിക്കാനും ഒക്കെ ഇട്ടുകൊടുക്കുന്നത്? അതിഞ്ഞ് വേണ്ട, നിർത്തണം. നമുക്ക് കൊണ്ടുപോകണം, നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം, നമുക്ക് സംരക്ഷണം കൊടുക്കണം. അതെ, ആ അവസരത്തിൽ ഇവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുന്നു. അവര് സമീപിച്ചിട്ട് അഖബ മലഞ്ചെരുവിൽ അവര് സമയവും അതുപോലെ തന്നെ സ്ഥലവും നിശ്ചയിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫനിംനാ തിൽക്കൽ ലൈല, ഈ സ്വഹാബിമാര് പറയുകയാണ്, ഞങ്ങൾ അന്നത്തെ രാത്രി, ഞങ്ങൾ അവിടെ എത്തിയ രാത്രി ഞങ്ങൾ ഉറങ്ങി. മഅ ഖൗമിനാ ഫീ റിഹാലിനാ, ഞങ്ങളുടെ തമ്പുകളിൽ ഞങ്ങളന്ന് ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ ഉറങ്ങി. ഹത്താ ഇദാ മദാ സുലുസുൽ ലൈൽ, അങ്ങനെ രാത്രിയുടെ 1/3 കഴിഞ്ഞപ്പോൾ ഖറജ്നാ മിൻ റിഹാലിനാ ലിമീആദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച രഹസ്യമായ ഒരു നേരമുണ്ടായിരുന്നു. പാതിര കഴിഞ്ഞാലേ ഞങ്ങൾ വരികയുള്ളൂ. ഞങ്ങൾ നബി തങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. തസല്ലുലൽ ഖുതാ മുസ്തഖ്ഫീൻ, ചെറിയ ചെറിയ കുരുവികൾ വളരെയേറെ തന്ത്രപരമായി ഒളിച്ചും പാത്തും പതുങ്ങിയും നടക്കുന്നത് പോലെ ഞങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് രാത്രിയിൽ ആരും കാണാതെ ഈ 70ഓളം ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ അഖബ എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അവിടെ വെച്ച് നബിയുമായിട്ട് സ്വകാര്യമായി സന്ധിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നുസൈബ എന്ന പേരുള്ള ഒരു സഹോദരിയുണ്ട്, അസ്മ എന്ന പേരുള്ള ഒരു സഹോദരിയുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പുരുഷന്മാരാണ്. അങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാത്തിരുന്നു പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അള്ളാന്റെ റസൂലും വന്നു. മഅഹുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. മുശ്രിക്കുകൾ അറിയാതെയുള്ള ഈ രഹസ്യമായ ആ സംഗമത്തിൽ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ വന്നയാളുകൾ, ഈ 70-ൽ ചില്ലാനം ആളുകൾ അള്ളാന്റെ റസൂലിനോട് അഖബായുടെ സ്ഥലത്ത് വെച്ച് ആ പാതിരാവും കഴിഞ്ഞ നേരത്ത് സ്വകാര്യമായി കൊണ്ടൊരു കരാറെടുക്കുന്നു. എന്താ കരാറ്? അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളിതാ അങ്ങയോട് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ നിന്ന് കരാറ് സ്വീകരിക്കാം. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ ഒരുക്കമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കതാ പ്രതിജ്ഞ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. തുബായിഉനി അലസ്സംഇ വത്വാഅതി ഫിന്നശാതി വൽ കസൽ, നിങ്ങൾ എന്നോട് പ്രതിജ്ഞയെടുക്കണം, നിങ്ങൾ എന്നോട് കരാറ് ചെയ്യണം. അലസ്സംഇ, ഞാൻ പറയുന്നത് കേട്ടുകൊള്ളാമെന്ന്, വത്വാഅതി, ഞാൻ പറയുന്നത് അനുസരിച്ചോളാമെന്നും, ഫിന്നശാതി വൽ കസൽ, നിങ്ങൾക്ക് നല്ല ഉന്മേഷമുള്ള നേരത്തും നിങ്ങൾ അലസരായിരിക്കുമ്പോഴും. കണ്ടോ, നല്ല ഉന്മേഷമുള്ള നേരത്തെ നേതാവ് പറഞ്ഞൊക്കെ കേൾക്കും. മൂഡ് ഓഫായ നേതാവ് എല്ലാവരും പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് എടുക്കുകയാണ്, ഞങ്ങളെ കൂടെ പോരണം എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമായിട്ടുള്ള കരാർ എന്താണ്? ഏതവസരത്തിലും, നിങ്ങൾക്ക് ഉന്മേഷമുള്ള അവസരത്തിലും നിങ്ങൾക്ക് ഉത്സാഹമില്ലാത്ത നേരത്തൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം, അതനുസരിക്കണം. രണ്ടാമത്തെ കാര്യം, വന്നഫഖതി ഫിൽ ഉസ്രി വൽ യുസ്രി, ഇസ്ലാം വളരെ പണമാവശ്യമുള്ള നേരമാണ്, സമ്പത്ത് ചെലവഴിക്കേണ്ട നേരമാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഞെരുക്കമുള്ള ഘട്ടത്തിലും എളുപ്പമുള്ള ഘട്ടത്തിലും നിങ്ങൾ ചെലവഴിക്കാൻ സന്നദ്ധരാവണം. ഞാൻ പറയുന്നത് കേട്ടോളണം, അനുസരിച്ചോളണം. പണം ചെലവഴിക്കേണ്ട നേരത്ത് ഞെരുക്കമുള്ള കാലത്തും എളുപ്പമുള്ള കാലത്തും ചെലവഴിച്ചോളണം.
വെറുക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ തടയണം. നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കണം. നിങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ കാര്യത്തിൽ മുന്നിലുണ്ടാകണം. സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. ദുഷ്കർമ്മങ്ങൾ കണ്ടാൽ നിങ്ങൾ വിരോധിക്കണം. വഅൻതഖൂലൂ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം. അള്ളാന്റെ ദീന് പറയുമ്പോ നിങ്ങൾ എന്നോട് ഇപ്പൊ തന്നെ പ്രതിജ്ഞ എടുക്കണം. ലാ തഖാഫൂന ഫില്ലാഹ്, പടച്ച തമ്പുരാന്റെ ദീന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ പേടിക്കരുത്. ലൗമത ലായിം, ആക്ഷേപകാരിയുടെ ഒരു ആക്ഷേപത്തെയും വകവെക്കരുത്. ഫസ്റ്റിൽ കരാറെടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എടുക്ക പ്രതിജ്ഞയാണ്. എന്താ? സൽക്കർമ്മങ്ങൾ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ പ്രചരിപ്പിക്കണം. ദുഷ്കർമ്മങ്ങൾ, തെറ്റുകൾ കണ്ടാൽ അതിൽ നിന്ന് ജനങ്ങളെ വിരോധിക്കണം, ദഅവത്ത് നടത്തണം. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം ഒക്കെ ചെയ്യുന്നത്. അള്ളാഹിന്റെ പൊരുത്തം നിങ്ങൾ ആശിക്കണം. അള്ളാഹിന്റെ ദീന് പറയുമ്പോ, ആദർശം പറയുമ്പോ, അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുമ്പോ ആക്ഷേപക്കാർ ഒരുപാടുണ്ടാകും. അതൊന്നും ഭയപ്പെടരുത്. ഒരാക്ഷേപകാരിയുടെ ആക്ഷേപവും ഭയപ്പെടരുത്. കാരണം ആക്ഷേപക്കാരുടെ ആക്ഷേപം ഭയപ്പെട്ട് കഴിഞ്ഞാൽ ദീന് പറയാൻ കഴിയൂല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന മനുഷ്യന്മാര്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അതാ ത്യാഗം സഹിക്കേണ്ടവർ, ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, ഒരാക്ഷേപകാരിയുടെ ആക്ഷേപത്തെയും അവര് ഭയപ്പെടൂല. ഖുർആൻ അവരുടെ ഗുണമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തോട് കരാറെടുക്കുകയാണ്. അള്ളാഹിന്റെ ദീന് പറയുമ്പോ, നിങ്ങൾ എവിടെ വെച്ച് പറയുമ്പോഴും ആക്ഷേപകാരിയുടെ ആക്ഷേപത്തെ പേടിക്കരുത്. പടച്ചോന് വേണ്ടി പറയാ. ആക്ഷേപിക്കുന്നവരോ ആക്ഷേപിച്ചിട്ട് ആക്ഷേപം നിർത്തിയിട്ടൊന്നും നിങ്ങൾക്ക് ദീന് പറയാൻ കഴിയൂല. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയ സത്യം അങ്ങ് പറഞ്ഞോളണം. ഒരാക്ഷേപക്കാരനെയും ഭയപ്പെടരുത്. പിന്നെയോ വഅലാൻ തൻസുറൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. ഫതംനഊനി, നിങ്ങൾ എന്നെ പ്രതിരോധിക്കണം. ഇദാ ഖദിംതു അലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ നിങ്ങൾ എന്നെ പ്രതിരോധിക്കണം, എന്നെ സഹായിക്കണം. ഏതുപോലെ? മിമ്മാ തംനഊന മിൻഹു അൻഫുസകും വഅസ്വാജകും വഅബ്നാഅകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾക്ക് എപ്രകാരം കാവലേർപ്പെടുത്തുമോ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ കാവലേർപ്പെടുത്തുന്നത് പോലെ, നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ കാവലേർപ്പെടുത്തുന്നത് പോലെ ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ എന്റെ കാര്യത്തിലും നിങ്ങൾ പ്രത്യേകം കാവലേർപ്പെടുത്തണം, എന്നെ സഹായിക്കണം. എങ്കിൽ വലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ അവരോട് സമ്മതിച്ചോ? ഇവിടെ കൂടിയ ആളുകളൊക്കെ അവര് പറയാണ്, ഫഖുംനാ ഇലൈഹി, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് എഴുന്നേറ്റ് ചെന്നു. ഫബായഅനാഹു, പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു 100% എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ചരിത്രത്തിൽ കാണാം, വഹാകദാ ബായഅൽ അൻസാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല ത്വാഅതി വന്നുസ്റ, ഇപ്രകാരം അല്ലാഹുവിന്റെ റസൂലിനോട് മദീനയിൽ നിന്ന് വന്നിട്ടുള്ള ഈ പിൽക്കാല അൻസാറുകളായ നേതാക്കന്മാര് മുഴുവനും, നബിയേ അങ്ങ് പറയുന്നത് മുഴുവൻ ഞങ്ങൾ കേട്ടോളാം, അനുസരിച്ചോളാം, ചെലവഴിച്ചോളാം, സദാചാരം കൊണ്ട് കൽപ്പിച്ചോളാം, ദുരാചാരത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞോളാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് വേണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞോളാം, ഒരാക്ഷേപക്കാരെയും ഞങ്ങൾ ഭയപ്പെടൂല, അങ്ങയെ ഞങ്ങൾ സഹായിച്ചോളാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരങ്ങ് പ്രതിജ്ഞ എടുത്തു. മുശ്രിക്കുകൾ ആരും ഇവരറിയില്ല. വളരെ സ്വകാര്യമായി മക്കയുടെ അഖബ പ്രദേശത്ത് വെച്ച് നടന്ന സ്വകാര്യമായൊരു പ്രതിജ്ഞയായിരുന്നു ഇത്. ഇതാണ് പ്രസിദ്ധമായ രണ്ടാം അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബത്തുസ് സാനിയ. ഒന്നാമത്തെ ഉടമ്പടി 12 ആൾ വന്നിട്ടുണ്ടായത്. അവരും പോയിട്ട് പിന്നീട് അവരുടെ കൂടെ മുസ്തഫ റളിയല്ലാഹു അൻഹു മദീനത്ത് പോയിട്ട് ഇസ്ലാം പ്രചരിച്ച് അവിടെ നിന്ന് ആളുകൾ, പ്രധാനപ്പെട്ട 70 ചില്ലാനം ആളുകൾ വന്നിട്ടാണ് രണ്ടാമത്തെ ബൈഅത്തുണ്ടാകുന്നത്. ആ ഉടമ്പടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ പ്രത്യേകമായ ഓഫറുകൾ നടത്തി സഹായിച്ചോളാം എന്നും പറഞ്ഞവർ തിരിച്ചുപോയി. ആ അവസരത്തിൽ തന്നെ പടച്ച റബ്ബ് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വപ്നത്തിലൂടെ തന്നെ, അഥവാ വഹിയായിട്ട് അറിയിച്ചു കൊടുക്കുകയാണ്, പോകേണ്ട സ്ഥലം അവരുടെ നാട് തന്നെയാണ്. യസ്രിബിലേക്ക് തന്നെ പോകേണ്ടത്, യസ്രിബിലേക്ക് തന്നെയാ പോകേണ്ടത്. ഈ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജറ ഏത് രാജ്യത്തേക്കാണ് എന്ന് പ്രവാചകൻ ഇങ്ങനെ വഹി കിട്ടിക്കൊണ്ടിരുന്നു. ഇടക്കിടക്ക് സ്വപ്നം കാണും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റഅയ്തു ഫിൽ മനാമി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം,
റഅയ്തു ഫിൽ മനാമി അന്നീ ഉഹാജിറു മിൻ മക്ക ഇലാ അർളിൻ ബിഹാ നഖ്ലുൻ. ധാരാളം ഈത്തപ്പനകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് മക്കയിൽ നിന്ന് ഞാൻ ഹിജറ പോകുന്നതായി സ്വപ്നത്തിൽ ഞാൻ കാണുന്നു. ഇടയ്ക്ക് റസൂൽ അങ്ങനെ സ്വപ്നം കാണും. എവിടെ സ്ഥലം ഇവിടുത്തല്ല, ധാരാളം ഈത്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാ. അങ്ങോട്ട് ഞാൻ ഹിജറ പോയതായിട്ട് ഇങ്ങനെ കാണുക. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അത് യമാമ പ്രദേശമായിരിക്കുമോ അതോ ഹജർ പ്രദേശമായിരിക്കുമോ? അതൊക്കെ അടുത്തടുത്ത് ധാരാളം ഈത്തപ്പനയുള്ള സ്ഥലം യമാമ, ഹജർ. അപ്പൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഇങ്ങനെ സംശയം. പക്ഷേ ഫഇദാ ഹിയൽ മദീന യസ്രിബ്, യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലത്തേക്കായിരുന്നു അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർദ്ദേശം കിട്ടുമ്പോൾ അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്യാണ്? ഓരോരുത്തരോടായി വിട്ടോളിൻ, ഇവിടുന്ന് മക്കത്ത് നിന്ന് പൊയ്ക്കോളൂ. നമുക്കുള്ള സംരക്ഷണ കേന്ദ്രമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് മദീനയാണ്, യസ്രിബാണ്. അങ്ങോട്ട് ഹിജറ പോയിക്കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയാണ്. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പുറപ്പെടല്ല, അണികളോടൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് മക്ക വിടുകയാണ്. അവരാ മുഹാജിറുകൾ. സന്തോഷത്തിലുള്ള പോക്കൊന്നല്ല. കാരണം ആദ്യഘട്ട മുഹാജിറുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മക്ക വിട്ട് മദീനയിലേക്ക് പുറപ്പെട്ട ആദ്യത്തെ കുടുംബം അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അബൂ സലമ, ഭാര്യ ഉമ്മു സലമ, മകൻ സലമത്ത്, കൈക്കുഞ്ഞായിരിക്കുന്ന സലമത്ത്. ഇവര് മൂന്നാളാ ആദ്യം പുറപ്പെടുന്നത്. അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 10-20ഓളം സഹാബിമാര്, 20ഓളം ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ ആദ്യമേ പോയി. പോക്കൊന്നും വലിയ സുഖമുള്ളതല്ല. ഖുറൈശികൾ വിവരറിയാണ്. ഓരോരുത്തർ ഇവിടുന്ന് പോവുകയാണെന്ന് മനസ്സിലായപ്പോ ഖുറൈശികൾ എല്ലാ അടവുകളും പയറ്റി പോകുന്ന ആളുകളെ പിടിച്ചു വെക്കാൻ വിടൂല നിങ്ങളെ എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും തടഞ്ഞു വെക്കാനും അറേബ്യൻ മുശ്രിക്കുകൾ എല്ലാവിധത്തിലുള്ള അടവുകളും പ്രയോഗിച്ചു. അവർ പ്രയോഗിച്ച അടവുകളിൽപ്പെട്ട ഒരടവ് എന്തായിരുന്നു? സമ്പന്നരായ ആൾക്കാർ പോകുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് പറയും, മുതല് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ വന്നുണ്ടാക്കിയ സ്വത്താണ്, അത് ഇവിടെ വെക്കണം, ഒറ്റക്ക് വേണമെങ്കിൽ പോകാം. അപ്പൊ എന്താ അവര് കണക്കൂട്ടിയത്? മുതലിനോട് സ്നേഹം എന്തായാലും മനുഷ്യന് ഉണ്ടാവുമല്ലോ, എന്നാ പിന്നെ പോകൂലെന്ന്, എന്നാ ഇവിടെ തന്നെ നിന്നോളും എന്നാ വിചാരിച്ച്. പക്ഷെ ഈമാൻ ഹൃദയത്തിലേക്ക് കടന്ന, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ള മഹാന്മാരായ സഹാബത്ത്, അവർക്കെന്ത് പണം, അവർക്കെന്ത് ദുന്യാവ്, അവർക്കെന്ത് സൗകര്യം. അതേ, ആ നേരത്തിങ്ങനെ ഈ സമയത്ത് പ്രത്യേകമായി അതിനുവേണ്ടി പുറപ്പെടുന്ന ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി. സമ്പത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞു. സഹാബിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മുതല് വേണ്ട, ഞങ്ങളെ ഒറ്റക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ? എന്നാ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ മുതലൊക്കെ അവിടെ ഇട്ട് പോയവരുണ്ട്, എല്ലാം ഒഴിവാക്കി ഉടുത്ത വസ്ത്രം കൊണ്ട് മാത്രം ഹിജറ പോയവർ. ചിലർക്കിടയിൽ പ്രയോഗിച്ച തന്ത്രം എന്തായിരുന്നു? ഭാര്യയും ഭർത്താവും കൈക്കുഞ്ഞുമായിട്ട് ഹിജറ പോകുമ്പോ ഖുറൈശി മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുന്നു. ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ കുടുംബമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയടക്കമുള്ള ബനൂ സലമത്ത് ഗോത്രം എന്ന് പറയുന്ന, അതേ, അബൂ സലമ എന്ന ഭർത്താവ്, ഉമ്മു സലമ എന്ന് പറയുന്ന ഭാര്യ, അവരുടെ കൈക്കുഞ്ഞായ സലമത്ത് റളിയല്ലാഹു അൻഹു. അന്ന് കൈക്കുഞ്ഞ മടിയിലിരിക്കണ പ്രായ, ചെറിയ കുട്ടിയാ സലമത്ത്. അബൂ സലമ വാഹനപ്പുറത്ത് ഉമ്മുസലമനെയും കുട്ടിനെയൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഒരു യാത്ര പോകുന്ന നേരത്ത് മുശ്രിക്കുകൾ തടഞ്ഞു. എവിടേക്കാ പോകുന്നു ചോദിച്ചു. എവിടേക്കാ പോകുന്നു ചോദിച്ചു. ഞങ്ങൾ മദീനയിലേക്ക് പോകണേ, യസ്രിബിലേക്ക് പോവേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പറ്റൂല, ഒറ്റക്ക് വേണമെങ്കിൽ പോയിക്കോ. കണ്ടോ അടുത്ത തന്ത്രം. മുതലുള്ളവനോട് പറ, മുതൽ ഇവിടെ വെക്കണം. അടുത്ത തന്ത്രം എന്താ? അടുത്ത തന്ത്രം, ഭാര്യയെ തരൂല, മോനെയും തരൂല, ഒറ്റക്ക് പോകുവോ? അപ്പൊ എല്ലാവരും ഒന്ന് പതറൂലേ? ഭാര്യനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ? പിന്നെ ഭാര്യനെ ആരാ നോക്കുക? കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ലെന്നോ? പിന്നെ ആരാ എന്റെ കുഞ്ഞിനെ നോക്കുക? അതെ, ആ വീക്ക്നെസ്സിൽ പിടിച്ചു നിർത്താം എന്ന് മനസ്സിലാക്കിയ ശത്രു ആ അടവ് പയറ്റി നോക്കി. മഹാനായ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിനെ വേർപിരിച്ചു. ഒറ്റക്ക് പോയിക്കോ, ഭാര്യനെ ഇവിടെ ഇറക്കണം എന്ന് പറഞ്ഞു. ഭാര്യനെ ഇവിടെ ഇറക്കി. മാത്രല്ല, ഭാര്യ കുഞ്ഞും തമ്മിലൊരു ബന്ധമുണ്ടോ? ആ
അതും കാണേണ്ടി വരികയാണ്. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു കൈക്കുഞ്ഞായിരിക്കുന്ന സലമത്തിനെ ഉമ്മയിൽ നിന്ന് വേർപിരിക്കുകയാണ്. വേറൊരാൾ കൊണ്ടുപോയി, കുട്ടിനെ വേറൊരാൾ കൊണ്ടുപോയി, തള്ളനെ വേറെ വൈക്കാക്കി. അബൂ സലമ ഇനി ഒറ്റക്ക് പോയിക്കോ, ഇത് കാണും വേണം പോകും വേണം. ഒരു ഭാഗത്ത് കുഞ്ഞിന്റെ കരച്ചിൽ, ഒരു ഭാഗത്ത് ഉമ്മു സലമയുടെ ദുഃഖപൂർണമായ മുഖം, ഒരു ഭാഗത്ത് ഒന്നും തനിക്ക് ചെയ്യാനില്ലല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോകാതിരിക്കാനും വയ്യല്ലോ എന്ന ഈമാനികമായ പ്രത്യേകമായ ഒരവസ്ഥയും. ഏത് തെരഞ്ഞെടുക്കണം? അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തു, ഞാൻ ഒറ്റക്ക് പോകാന്ന് പറഞ്ഞു. അദ്ദേഹം ഒറ്റക്കാണ് പോയി, യഥ്രിബിലേക്ക് ഒറ്റക്ക് പോയി. അദ്ദേഹം യാത്രയായ ദിവസം മുതൽ ഏതാണ്ട് ഒരു വർഷത്തോളം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മക്കയുടെ തെരുവോരങ്ങളിൽ വെച്ച് കരഞ്ഞുകൊണ്ട് എന്നെ പോകാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല. മാസങ്ങളോളം ആ മഹദി കരഞ്ഞു, എനിക്ക് പോകണം, എന്നെയും എൻ്റെ കുട്ടിയെയും പോകാൻ അനുവദിക്കൂ, എൻ്റെ കുഞ്ഞിനെ എന്നിലേക്ക് ഏൽപ്പിക്കൂ. കൊടുത്തില്ല. അബൂ സലമ റളിയല്ലാഹു തആല അൻഹ അവിടെ എത്തി. അതെ, ഏതാണ്ട് ഒരു മാസമായപ്പോഴാണ് ഉമ്മു സലമ ബീവിയുടെ ഈ കരച്ചിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അദ്ദേഹം മുസ്ലിമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. ആ അവസരത്തിൽ ഉമ്മു സലമ ബീവിയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ഒരാള് ഏറെ നാളുകൾക്കെതിരെ ജനങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരതക്കെതിരെ ചോദ്യം ചെയ്തിട്ട് കുടുംബങ്ങളോട് പറഞ്ഞു, ഇനി ആരാ അവളെ തടയുന്ന എനിക്കൊന്ന് കാണണം. പോണമെങ്കിൽ പൊയ്ക്കോ, ആരും നിന്നെ ഒന്നും ചെയ്യൂല, പൊയ്ക്കോ, ഭർത്താവിന്റെ അടുത്തേക്ക് പൊയ്ക്കോ. അപ്പൊ അവര് പറഞ്ഞു അബ്ദുൽ അസദിന്റെ കുടുംബം എന്റെ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ആ കുഞ്ഞില്ലാതെ എനിക്ക് പോവാനാവില്ല. ആ അവസരത്തിൽ വറദ്ദ ബനു അബ്ദുൽ അസദ് ഇലയ്യ ഇൻദ ദാലിക ബിനി, എന്റെ മോനാണ് വാങ്ങി തന്നു. ആ കുട്ടിയെയും കൊണ്ട്, ഒരു വയസ്സ്, ഒന്നിൽ ചില്ലാനും വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞാൻ യാത്രയായി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാനും എൻ്റെ കുട്ടിയെ എൻ്റെ മടിയിലിരുത്തി ഞാൻ എൻ്റെ വാഹനപ്പുറത്ത് യാത്രയായി. അങ്ങനെ അവസരത്തിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോ വമാ മഈ അഹദും മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ഒരാളും എനിക്ക് കൂട്ടിനില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ കുട്ടിയും എവിടേക്കാ പോണ്? മക്കത്തുനിന്ന് മദീനയിലേക്ക്. ഇന്ന് കാറ് മാർഗം 8 മണിക്കൂർ ഓടിയാ സുഖമായിട്ടെത്തുന്ന മദീന, യഥ്രിബ്. അന്നവർ മരുഭൂമിയിലൂടെ നടന്ന് നീങ്ങി. ആരാ കാവല്, ആരാ ആൺതുണ, ആരാ രക്ഷ? ഇല്ല. വമാ മഈ അഹദും മിൻ ഖൽഖില്ലാഹ്, പടച്ചവന്റെ ഒരു പടപ്പുകളും എൻ്റെ കൂടല്ല, എനിക്ക് അല്ലാഹുവിന്റെ തുണ, എൻ്റെ മോനും ഞാനും അല്ലാതെ ആരുമില്ല. യാത്രയായി. ഹിജറക്ക് ആദ്യമായി പോയ, അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കുടുംബസമേതം പോയവര്, അല്ലാത്തവരെ, വേർപിരിക്കപ്പെട്ടവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, യാതനകളും വേദനകളും സഹിച്ചവര്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അതേ സ്വഹാബിമാർ ഏതാണ്ടൊക്കെ പോയി തീർന്നു. അങ്ങനെ പോയി തീർന്ന് ഖുറൈശി മുശ്രിക്കുകൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. കാരണം ആളുകളൊക്കെ ഓരോന്നോരോന്ന് കാലിയായി സുരക്ഷിത സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പൊ നേതാവ് പോകുന്നവർക്ക് മനസ്സിലായി, ഏതാണ്ട് അണികളൊക്കെ മറുകര പറ്റിക്കഴിഞ്ഞു, ഇപ്പൊ മുഹമ്മദ് ഉടനെ പുറപ്പെടാനുള്ള തന്ത്രമുണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ അവരതാ യോഗം കൂടുന്നു, ഗൂഢമായി യോഗം ചേരുന്നു. യോഗത്തിന്റെ അജണ്ട എന്താണ്? ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരെ കുതന്ത്രം മെനഞ്ഞ സന്ദർഭം ഒരു യോഗം കൂടി തീരുമാനിച്ചു. എന്തു വേണം മുഹമ്മദിനെ? ഇവിടെ തന്നെ നിലനിർത്തണോ, അതോ കൊല്ലണോ, അതോ നാട്ടിൽ നിന്ന് പുറത്താക്കണോ? എന്ത് വേണം? വയംകുറൂന, അവര് കുതന്ത്രം മെനഞ്ഞു തുടങ്ങി. വയംകുറുല്ലാഹ്, അല്ലാഹും തന്ത്രം സ്വീകരിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, സർവ കുതന്ത്രങ്ങളും അല്ലാഹുവിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുമല്ലോ. കാരണം ഏറ്റവും ഉത്തമനായ തന്ത്രശാലി അല്ലാഹയല്ലയോ? പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊല്ലാനാ പ്ലാൻ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുമ്പോ വീട് വളയണം, എല്ലാവരുടെയും കയ്യിൽ വാള് കൊടുക്കണം, ഇറങ്ങുമ്പോ വെട്ടണം. മുഹമ്മദിന്റെ കുടുംബത്തിന് നമുക്കെതിരെ പ്രതിരോധിക്കാനും തടയാനൊന്നും സാധിക്കരുത്, എല്ലാവരും ഒന്നിച്ച് കഥ കഴിക്കണം
എന്നൊക്കെ വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാനുള്ള പ്ലാനുമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായി അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി. അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ശത്രുവിന്റെ കണ്ണിൽ പെടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി ചട്ടം കെട്ടി മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, സൂചന കൊടുത്തിട്ടുണ്ട്, അബൂബക്കറെ പോകാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഉത്തമനായ ഒരു കൂട്ടുകാരനെ എനിക്ക് അല്ലാഹ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂചന പറഞ്ഞു, അബൂബക്കറാന്ന് പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, ആ കൂട്ടുകാരൻ ഞാനായെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. വളരെ സ്വകാര്യമായി അവിടെ നിന്ന് രണ്ടാളും ഇറങ്ങി സൗർ ഗുഹയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി. അവിടെ പാത്തും പതുങ്ങിയും 3 ദിവസം കഴിച്ചു കൂട്ടി. അപ്പോഴേക്ക് ശത്രുക്കൾ വിവരമൊക്കെ അറിഞ്ഞു, മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേ തെരച്ചിൽ സംഘം തെരച്ചിലിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഇങ്ങനെ ഇരിക്കുമ്പോൾ തെരച്ചിൽ സംഘം ഇങ്ങനെ തൊട്ട മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഗുഹാമുഖത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കാലിങ്ങനെ കാണാണ്ട്, ഗുഹയിലിരിക്കുമ്പോ ഗുഹയിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാൽമുട്ടിന്റെ താഴെ ഇങ്ങനെ കാണാണ്ട് ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്. ആ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന ബഅദഹും തഅത ബസറുഹു റആനാ, അവരിൽ ആരെങ്കിലും ഒരാള് തന്റെ ദൃഷ്ടിയൊന്ന് താഴ്ത്തി നോക്കിയാൽ നമ്മെ കണ്ടെത്തുമല്ലോ. ഒന്ന് കുനിഞ്ഞ് നമ്മളെ നോക്കിയാൽ കാണൂലേ, ദേ നിൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് സമാധാനിപ്പിക്കുന്നു, ഉസ്കുത് യാ അബൂബക്കർ, അബൂബക്കറേ മിണ്ടാതിരിക്കൂ, മിണ്ടണ്ട അബൂബക്കറേ, പേടിക്കണ്ട. ഇസ്നാനി, നമ്മൾ 2 പേരാണ്, അല്ലാഹു സാലിസുഹുമാ, ആ 2 ആൾക്ക് കൂട്ടിന് 3-മനായി അല്ലാഹുണ്ടെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? നമ്മൾ 2 ആൾ ഒറ്റക്കല്ല, അല്ലാഹുണ്ട്, നമുക്ക് അല്ലാഹുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഖുർആൻ പറയുന്നു സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, സാനിയ സിനൈനി, 2-ൽ 2-മനായിക്കൊണ്ട്, ഇദ്ഹുമാ ഫിൽ ഗാരി, ആ ഗുഹയിൽ അവർ 2 ആളും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കെ, ഇത് യഖൂലു ലി സാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആശ്വാസം പറയുന്നു, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. നിശ്ചയമായും അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. പടച്ചോന്റെ കാവലുണ്ടായി, അള്ളാന്റെ കാവലുണ്ടായി. അവർക്ക് അങ്ങനെ താഴ്ന്നു നോക്കാൻ തോന്നണ്ടേ, അതല്ലേ തോന്നിപ്പിക്കേണ്ടത്, തോന്നിയില്ല. ഈ രംഗം പറയുമ്പോ പല ചരിത്ര പുസ്തകങ്ങളിലും ചില കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ തിരിച്ചു പോകാൻ കാരണം അവർ ഗുഹാമുഖത്തൊന്നും പരിശോധിച്ചില്ല എന്നാണ്. എന്താ കാരണം? വന്നു നോക്കുമ്പോൾ അവിടെ 8 കാലി വല കെട്ടിയിട്ടുണ്ട് എന്നാണ്. ഗുഹയുടെ മുഖത്തൊക്കെ 8 കാലി വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആളകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ 8 കാലി വല കെട്ടൂലല്ലോ, അപ്പൊ ഇതിൽ ആളില്ല എന്ന് പറഞ്ഞ അവർ തിരിച്ചു പോയി എന്ന് ഒരഭിപ്രായം. വേറൊരു അഭിപ്രായം, അവിടെ ഒരു മാടപ്രാവ് വന്ന് കൂടുകൂട്ടി, പെട്ടെന്നൊരു വൃക്ഷം അവിടെ മുളച്ചു, ആ വൃക്ഷത്തിന്റെ മുകളിൽ ഒരു മാടപ്രാവ് വന്ന് മുട്ടയിട്ട് അവിടെ കൂടുകൂട്ടിയിരുന്നു. അപ്പൊ ജനവാസമുള്ളൊരു സ്ഥലത്ത് മാടപ്രാവ് മുട്ടയിടൂല, ആൾക്കാരില്ലാത്തോടത്ത് പോയിട്ടേ മുട്ടയിടുള്ളൂ, അപ്പൊ ഇവിടെ ആളില്ല എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചുപോയി എന്ന് ചില കഥകളിലുണ്ട്. ലാ അസ്ല ലഹു, അതിനൊരു അടിസ്ഥാനവുമില്ല. സ്വഹീഹായ പരമ്പരകളോടുകൂടി അതൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പലപ്പോഴും ഹിജറ എന്ന് പറയുമ്പോൾ ആളുകൾ ചിത്രം വരയ്ക്കുന്ന എന്താ, ഒരു ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ 8 കാലിയുടെ ഒരു വല, അതിന്റെ അപ്പുറത്തൊരു മാടപ്രാവിന്റെ കൂട്, അതിലൊരു പ്രാവും കുറച്ച് മുട്ടയും. ഇതാണ് ഹിജറയെ ചിത്രീകരിക്കുന്ന ചിത്രകാരന്മാരൊക്കെ സിമ്പലായിട്ട് കൊടുക്കാറുള്ളത്. വാസ്തവത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഒരു പിൻബലവും ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ ഒരു പിൻബലവും അതിനില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ, അള്ളാഹു എങ്ങനെയാണോ സഹായിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ സഹായിച്ചു. ഏതായാലും അവിടെ നിന്ന് അവർ 3 ദിവസം കഴിഞ്ഞപ്പോൾ പുറപ്പെടുന്നത് നേർവഴിയിലൂടെ പോയാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് കുറുക്ക് വഴി അറിയാവുന്ന ഒരാളെ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ മുസ്ലിം ഒന്നുമല്ല, പേര് അബ്ദുള്ളയാണ്. പക്ഷെ വിശ്വസ്തനായവരാ മുസ്ലിമാ.
അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനെ അയാളെ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചു. നല്ല വിശ്വസ്തനായ മുസ്ലിമ. അയാളെ കൂടെ കൂട്ടി, ആരോടും അയാൾ വിവരം പറയൂല. മദീനയിലേക്കുള്ള കുറുക്ക് വഴി, യഥാർത്ഥ വഴിയിൽ വന്നാൽ തെരച്ചിൽ സംഘം ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാത്ത വേറെ വഴിയിലൂടെ യഥരിബിലേക്ക് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം വഴികാട്ടിയെയും കൂടെ കൂട്ടി. മാത്രല്ല, അവരവിടെ ഗുഹയിൽ താമസിക്കുന്ന ദിവസമൊക്കെ അവർക്ക് ഭക്ഷണം കൊണ്ട് ആളുകൾ വരും, തിരിച്ചു പോകും. അപ്പോഴൊക്കെ കാൽപ്പാടുകൾ, ഇവർ പോയ കാൽപ്പാടുകൾ, വന്ന കാൽപ്പാടുകളൊക്കെ മായ്ക്കാൻ ആമിർ ബിൻ ഫുഹൈറ എന്ന ഒരു ഇടയനെയും ഏർപ്പാട് ചെയ്തു. അദ്ദേഹം ആട്ടിൻ പറ്റത്തെയും കൊണ്ട് ഇങ്ങനെ പോകും. നടന്നു പോകുന്ന വഴി കൂടിയൊക്കെ ആടുകളെ തെളിച്ചാൽ പിന്നെ ആടിന്റെ കാൽപ്പാടുകളെ കാണുള്ളൂ, മനുഷ്യൻ നടന്നു പോയിരുന്നു പിന്നെ അറിയൂല. അവിടേക്ക് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ചെയ്യുമ്പോൾ അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ രൂപത്തിലുള്ള സുരക്ഷിതത്വ മാർഗങ്ങളും സ്വീകരിച്ചിട്ടാ തവക്കുലാക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തതിന്റെ ശേഷമാണ് തവക്കുലാക്കിയത്. ഒന്നും ചെയ്യാതെ അള്ളാഹ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞല്ല, വേണ്ടതൊക്കെ ചെയ്തു. എന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിന്റെയും വിജയത്തിന്റെ പിന്നിലുള്ള മാനദണ്ഡം നാം ചെയ്യേണ്ടതൊക്കെ നാം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലാണ് തവക്കുലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ അവിടുത്തെ മദീനത്തെ പള്ളിയിലേക്ക് പ്രവാചകനെ കാണാൻ വന്നൊരു സഹാബി താൻ വന്ന വാഹനപ്പുറത്ത്, അഥവാ തന്റെ വാഹനത്തെ പുറത്തിങ്ങനെ മേയാൻ വിട്ടിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതോ ഇതിന് മേയാൻ വിടണോ, തവക്കുലാക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖിൽഹാ സുമ്മ തവക്കൽ അലല്ലാഹ്, അതിനെ കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്ക്. ചെയ്യേണ്ട പണി ആദ്യം ചെയ്യണം, കെട്ടിയിട്ടിട്ട് പിന്നെ അത് കെട്ടയച്ച് പോവുകയാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്ക്. അപ്പൊ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്യണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റ വേളയിൽ സ്വീകരിക്കേണ്ടുന്ന എന്തെല്ലാം മുൻകരുതലുകൾ ഉണ്ടോ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി അലല്ലാഹ്. ഓരോ അവസരങ്ങളിലും അങ്ങനെ ആ യാത്രാവേളയിൽ അത്ഭുതകരങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യാത്രാവേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്ന് പൊരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നേരത്ത് അബൂ മഅബദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലെത്തുകയാണ്. ഒരു വീട് കാണുകയാണ്. അബൂ മഅബദിന്റെ വീട്ടിലെത്തിയപ്പോ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഒരാടുണ്ട്. ആ ആടാണെങ്കിൽ കറവ വറ്റി നിൽക്കുന്ന ആടാണ്, പാലൊരു തുള്ളി കിട്ടൂല. അങ്ങനത്തെ ഒരാടാ ഇവിടെ ഉള്ളത്. വിദേശികളായി നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. അയാൾ മുസ്ലിമാ, ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ആ ആട് എന്ന് ചോദിച്ചു. അത് കൊണ്ടുവരീ. ഫമാ തിൽക ശാത്ത്, ആ ആട് ഏതാ? ആട് കൊണ്ടുവരപ്പെട്ടു. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ബറകത്തി അലൈഹാ, ആ ആടിന് വേണ്ടി, ആ ആട്ടിനെ ബറക്കത്ത് ചൊരിയാൻ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ബറക്കത്ത് ചൊരിയണേ എന്ന് അള്ളാന്റെ റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കാൻ തുടങ്ങി. പാലിഷ്ടം പോലെ പാത്രത്തിലാക്കി കറന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു. അബൂ മഅബദിനും ഉമ്മു മഅബദിനും ഒക്കെ കൊടുത്തു. ആ സമയത്ത് അബൂ മഅബദ് ഒരു ചോദ്യം ചോദിച്ചു, അൻതല്ലദീ യസ്ഉമു ഖുറൈശുൻ അന്നക സാബിയുൻ, ഖുറൈശികൾ പരിചയപ്പെടുത്തുന്ന മതം മാറിയ ഒരു പുത്തൻവാദി ഉണ്ട് എന്ന് കേൾക്കുന്നയാൾ താങ്കളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും യഖൂലൂന, ഞാൻ മതം മാറിയിട്ടും കളവ് പറഞ്ഞിട്ടൊന്നുമില്ല, അവരങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ മനുഷ്യൻ, അശ്ഹദു അന്നമാ ജിഅത ബിഹി ഹഖ്ഖുൻ, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഈ രംഗത്തിന് സാക്ഷിയായ അബൂ മഅബദ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യാത്രക്കിടയിലുണ്ടായ ഇസ്ലാം സ്വീകരണ അബൂ മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ബസ്സാർ റഹിമഹുല്ലാ ഹസനായ സനദോടുകൂടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ട് പിന്നെയും പോകുമ്പോഴാണ് 100 ഒട്ടകത്തിന്റെ ഇനാമിന്റെ ആവേശം കൊണ്ട് സുറാഖത്ത് ഓടി വരുന്നത്. കയ്യിൽ ഇങ്ങനെ വലിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം റിവാർഡ്, ഇനാം. അപ്പൊ ആരോ പറഞ്ഞു സുറാഖയോട്, ഒരു 3 ആൾ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, മിണ്ടാതിരിക്കേ, അതൊന്നും അവരൊന്നും ആവില്ല, അതേതോ കച്ചവടക്കാരാണ് എന്ന് പറഞ്ഞു. എന്തിനാ?
സുറാഖ ഇവരെ അടക്കിയിരുത്തിയത് എന്തിനാ? മൂപ്പർക്ക് 3 ആളെന്ന് കേട്ടപ്പോൾ തന്നെ സംശയം അതന്നെ ആയിരിക്കും. ഇവരുടെ ശ്രദ്ധ വേറെ വഴിക്ക് തിരിച്ചു വിട്ടിട്ട് ഞാൻ ഇപ്പൊ വരാനും പറഞ്ഞു മൂപ്പർ അവിടുന്ന് ഇറങ്ങിയിട്ട് അതിശീഘ്രം കുതിച്ചു പായുന്നൊരു കുതിരപ്പുറത്ത് ഈ ആളുകളെ ലക്ഷ്യം വെച്ച് ഇദ്ദേഹം ചീറിപ്പായാണ്. ചീറിപ്പായ മനസ്സ് മുഴുവൻ 100 ഒട്ടകമാണ്. 100 ഒട്ടകം ഓടിക്കതച്ച് പായുമ്പോ പല ഘട്ടങ്ങളിൽ ഇയാളുടെ കുതിര വീഴുന്നുണ്ട്, ഇയാൾ തെറിച്ച് വീഴുന്നുണ്ട്. എന്തതിങ്ങനെയാണ് പലവട്ടം ഇയാൾ ആവർത്തിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ പിന്നെയും കുതിരപ്പുറത്ത് കയറും, പിന്നെയും യാത്രയും, പിന്നെയും കയറും, പിന്നെയും വീഴും, പിന്നെയും പോകും. കുറെ ഉണ്ടകൽ ഏതാണ്ട് അടുത്തെത്തിയപ്പണ്ട്, ഇതാ അടുത്തിങ്ങനെ എത്തിയപ്പണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇയാൾക്ക് മനസ്സിലായി ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നബിയേ ഇതാ വരുന്നു, പിന്നിൽ എത്തിക്കഴിഞ്ഞു. അള്ളാന്റെ റസൂൽ തിരിഞ്ഞു നോക്കണമൊന്നുമില്ല. അവിടെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ ഓതി മുന്നോട്ട് പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കും. ഇടക്ക് പറയും, അബൂബക്കറേ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട അബൂബക്കറേ, നമുക്ക് അല്ലാഹുണ്ട് നമുക്ക് അല്ലാഹുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആയത്തോരുന്നു, അള്ളാന്റെ റസൂൽ പോകുന്നു. പിന്നിലെത്തി സുറാഖ ഇദാ കൈയെത്തുന്ന ദൂരത്തെത്തി. പെട്ടെന്ന് പറഞ്ഞു, നിൽക്കൂ അവിടെ എന്ന അലർച്ചയോടെ അവൻ സംസാരിക്കുമ്പോഴേക്ക് ഇതുവരെ അവൻ മറിഞ്ഞു വീണിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വേറൊന്നാ സംഭവിച്ചത്. കാൽമുട്ടോളം അവന്റെ കുതിരയുടെ കാൽ മണലിൽ ആണ്ടുപോയിരിക്കുന്നു. ഇപ്പൊ ഇനി രക്ഷല്ല. ഇതുവരെ വീഴലായിരുന്നു, വീണാ കുതിര എണീക്കും, ഇവൻ കയറി പായും, പിന്നെ യാത്രയാവും. ഇതല്ല സംഭവിച്ചത്. ഖവായിം, അതിന്റെ കാലുകൾ മണലിൽ ആണ്ടുപോയിരിക്കുന്നു, ഒരു രക്ഷയുമില്ല. ആ അവസരത്തിൽ അവൻ പറഞ്ഞു നോക്കി, ഞാൻ ഒന്നും ചെയ്യൂല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് കാവൽ തരണം, എനിക്ക് പ്രൊട്ടക്ഷൻ തരണം, ഞാൻ നിങ്ങളെ നശിപ്പിക്കില്ല, നിങ്ങളെ കണ്ട വിവരം ആരോടും പറയൂല. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾ എടുത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ അയാൾ അവിടുന്ന് രക്ഷ കിട്ടിയാൽ മതി, തടി കിട്ടിയാൽ മതി എന്നുള്ള നിലക്ക് സുറാഖ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു കുട്ടിയോടും പറഞ്ഞില്ല, ഹബീബിനെ കണ്ട വിവരം ഒരു കുട്ടിയോടും പറഞ്ഞില്ല. അയാൾ വാക്ക് പാലിച്ചു. ഒരുപാട് കാലശേഷം പിൽക്കാലമാണ് അദ്ദേഹം മുസ്ലിമായത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അത്ഭുതവും കൂടി ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ദുർഘടമായ പാതയിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലോടുകൂടി പോവുകയാണ്. മദീനക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്, അവർ വാക്കുകൊടുത്ത നേതാവിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട്. ഹിജറ ഞങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു എന്ന നിലക്ക് ജനങ്ങൾ മുഴുവനും ഓരോ ദിവസവും ഇങ്ങനെ നോക്കും. അവര് ഹബീബ് വരുന്നുണ്ടോ, വിധങ്ങൾ വരുന്നുണ്ടോ, അള്ളാന്റെ റസൂൽ ഞങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് ആദ്യം ഖുബായിൽ ഇറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനിയും വിശദീകരിക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിലൂടെ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദീനീ രംഗത്ത് നമുക്കും കരുത്താകണം, മാതൃകയാവണം, ഇഖ്ലാസുള്ളവരാകണം. അള്ളാഹുവിന്റെ സഹായത്തിന് യോഗ്യരും അർഹരുമായി നമ്മൾ മാറണം. അതിനുള്ള ഇഖ്ലാസ് നമ്മിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും റബ്ബിന്റെ സഹായവും തുണയും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.